അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിലേക്ക് ഗ്രൂപ്പ് ബിയിൽ നിന്ന് ഏതൊക്കെ ടീമുകളാണ് എത്തുക എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പായിരിക്കുകയാണ്. ഇന്ത്യ ന്യൂസിലാൻഡ് സെമിയിലേക്ക് കടന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ പുറത്തായിരിക്കുകയാണ്. ബംഗ്ലാദേശ് പുറത്തായി, പക്ഷെ പാകിസ്ഥാന്റെ പുറത്താകൽ ഏറെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു സ്വന്തം നാട്ടിൽ നടക്കുന്ന 1996 ശേഷം സ്വന്തം നാട്ടിലൊരു മത്സരം ടൂർണമെന്റ് വരുന്നു. അതിൽ വളരെ മോശം ഒരു പ്രകടനം നടത്തി എന്ന് തന്നെ പറയാം. കാരണം 2 മത്സരങ്ങളും പരാജയപ്പെട്ട് ഇനി ബംഗ്ലാദേശിനെതിരെ ഒരു മത്സരം ബാക്കിയുണ്ട്. അതിലൊരു ആശ്വാസ ജയം നേടിക്കഴിഞ്ഞാൽ ആരാധകർക്ക് എന്തെങ്കിലും കൊടുക്കാം ആരാധകർക്ക്. പക്ഷേ ഒരു സാഹചര്യത്തില് ഈ പാകിസ്ഥാൻ ആരാധകർക്ക് ബംഗ്ലാദേശിനോട് ചോദിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. അത് കൊടുക്കേണ്ടതല്ല. ഇപ്പൊ ആരാധകർ താരങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ആരാധകർ മാത്രമല്ല, മുൻ താരങ്ങളും കോച്ചുമാരും എല്ലാവരും കൂടിയിട്ട് പാകിസ്ഥാൻ താരങ്ങളെ പിന്നെ ഈ 15 സ്ക്വാഡിനെ റോസ്റ്റ് ചെയ്യുകയാണ്. അത് പക്ഷെ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ കിട്ടുന്ന കുറഞ്ഞു പോയിക്കെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ടീം എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? 80കളും 90കളൊക്കെ എത്തിയൊന്നും പറയാൻ പറ്റില്ല. ഏത് കാലത്തെ ഏകദിന ക്രിക്കറ്റാണ് ഇവർ കളിക്കുന്നത് എന്നുള്ള സംശയമാണ് വരുന്നത്. ഇതൊന്നും നമ്മൾ പറയുന്നില്ല. ഇപ്പം അക്തറും ഇൻസമാവുള്ളക്കും പോലുള്ള തലങ്ങളാണ് ടീം സെലക്ഷൻ മുതൽ അടിമുടി പാളിച്ചാണ്. ഒരു ടീമായിട്ട് ഒരു ICC ടൂർണമെന്റിന് തയ്യാറെടുക്കുന്ന ഒരു രാജ്യത്തെ ആതിഥേയ രാജ്യം ഇങ്ങനെയാണോ വരേണ്ടതെന്ന ചോദ്യയുടെ ബാക്കിയാണ്. ഇവർ ഈ പണിക്ക് പറ്റിയ എല്ലാം ഈ താരങ്ങളെ എടുത്ത് പറഞ്ഞ ബാബർ അസാനും ഷഹീൻ അഫ്രീദിയായാലും ഹാരിസ് റഫായാലും എല്ലാം നല്ല നല്ല താരങ്ങളാണ് ആയിരുന്നു എന്ന് ചിലപ്പോൾ തിരുത്തേണ്ടി വരും. പക്ഷെ അവരൊരു ടീമായി കളിക്കുമ്പോൾ എന്താണ് പറ്റുന്നത്? അതാണ് ഇപ്പൊ കാണുന്നത്. തോന്നുന്നില്ല അങ്ങനെ എന്താണ് ഇപ്പൊ? തീർച്ചയായും എനിക്ക് തോന്നുന്നത് നമുക്ക് മുൻ പാക് താരങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള മുൻ താരങ്ങളൊക്കെ പറയുന്നത് എന്താണെന്നുള്ളത് ഓരോന്നും വിശദമായിട്ട് നോക്കാന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇൻസമാമുൽ ഹക്ക് ഇതിഹാസ താരമായിട്ടുള്ള പാക് ഇതിഹാസ ബാറ്ററായിട്ടുള്ള ഇൻസമാമുൽ ഹക്ക് പറയുന്നത് ഇത്രയും നല്ല സെലക്ഷൻ എങ്ങനെ കിട്ടി എന്നുള്ളതാണ്, എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. ഇതിലും നല്ലൊരു സർക്കാസ്റ്റിക് ആയിട്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അതെ, പ്രത്യേകിച്ച് ഒരു സ്പിന്നേഴ്സിന്റെ അഭാവം, ബാക്കപ്പ് സ്പിന്നേഴ്സ് ഇല്ല, ഒരു സബ് കോണ്ടിനെന്റിൽ വെച്ച് നടക്കുന്ന ഒരു സ്പിന്നിന് തുടക്കുന്ന പിച്ചുകളാണ് വരുന്നത്. ഇന്ത്യൻ ടീമൊക്കെ ഇപ്പൊ നമ്മൾ ഓൾറൗണ്ടർ ആണെങ്കിലും 5 സ്പിന്നർമാർ തന്നെ പറയാം. 2 സ്പെഷ്യലിസ്റ്റ് സ്പിന്നറിനെ ഉണ്ട് കൂട്ടാലോ സ്ക്വാഡിൽ. ഇവിടെ ഒരാളെയും കൊണ്ട് ഇവർ എന്താ ചെയ്യുന്നത്? അത് ഒരു വലിയ ഇമ്പാക്ട് സംബന്ധിച്ച് ഇന്ത്യ ഒരു സ്പിൻ ഹെവി ആയിട്ടുള്ള ടീമാണ്. തീർച്ചയായും ഇത്രയും ഇപ്പൊ ഒരു സയ്യിദ് അജ്മലിന് ശേഷം പാക് ക്രിക്കറ്റിൽ നല്ല സ്പിന്നറാണ് വന്നിട്ടുണ്ടോ? ഇല്ല. അത് അവർ കണ്ടെത്താൻ പറ്റുന്നത് ഇപ്പം പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ മൈക്കിൾ ക്ലർക്കാനോട് പറഞ്ഞു തോന്നുന്നു ഒരു പുതിയ താരങ്ങളെ വളർത്തിയെടുക്കാൻ ഈ പാകിസ്ഥാൻ കഴിയുന്നില്ല. ആരാണെന്ന് എനിക്കറിയാം. ഒരു മുൻ താരം പിന്നെ ആരൊക്കെ പറയുന്നുണ്ട്, ഒരു 4-5 താരങ്ങൾ 8 താരങ്ങൾ അവർ തന്നെയാണ് ഈ പാക് ക്രിക്കറ്റിനെ കൊണ്ടുപോകുന്നത്, ക്രിക്കറ്റ് ബോർഡിനെ കൊണ്ടുപോകുന്നത്. അതിന്റെ പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. കഴിഞ്ഞ ലോകകപ്പ് 3 ലോകകപ്പിൽ ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാന് അവസാന 4 എത്താൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും അവസാനത്തായിരുന്നു. കഴിഞ്ഞ T20 ലോകകപ്പിലും അവസാന 4ലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോയിട്ട് മുന്നേറാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ടീമിംഗ് കൊണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്ക് വരുമ്പം ആ ടീം സെലക്ഷനിൽ ഒരു പഠനമെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള ഈ പറഞ്ഞ സ്പിന്നർ ഇൻസമോളൊക്കെ പറഞ്ഞാൽ ഒരു സ്പിന്നർ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇപ്പൊ ഇന്ത്യയിലെ അവസരമുണ്ട്. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ കൊണ്ടാവുന്നില്ല. അത് ഒരാളെ കൊണ്ട് മാത്രം പിടിച്ചാൽ കിടക്കുന്നില്ലല്ലോ. ഒരു മാച്ച് വിന്നിങ് ഈ നമ്മളിപ്പോൾ പറയുമ്പം ഒരുപാട് മാച്ച് വിന്നിങ് താരങ്ങൾ പാകിസ്ഥാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ നല്ല താരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു ഫോമിലേക്ക് എത്താൻ പറ്റുന്ന പറയുമ്പോൾ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ഇതായിട്ട് ഒരു താരത്തിന് വരാൻ വേണ്ടി പറ്റുന്നുള്ള സംശയം അവിടെ ബാക്കിയാണല്ലോ. അതിന്റെ പ്രശ്നമാണ് ഈ കാണുന്നത്. ഇപ്പോ അടുത്തൊരു കമന്റ് വരുന്നത് ഷുഹൈബ് അക്തറിന്റെയാണ്. ഷുഹൈബ് അക്തർ പറയുന്നത് ടാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസാരിക്കാൻ മാത്രമുള്ളതല്ല എന്നുള്ളതാണ്, ഡിസ്പ്ലേ ചെയ്യാനുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ടീമിന്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ടീമിന്റെ പെർഫോമൻസ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും ഷുഹൈബ് അക്തർ പറയുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബാബർ അസമിനെ ഫ്രോഡ് എന്ന് വിളിക്കുന്നത്. അതാണ് ഈ പറഞ്ഞത്. നമ്മള് ബാബർ അസമിന്റെ ആദ്യത്തെ കളിയിൽ തന്നെ നാട്ടുകാരൊക്കെ വിളിച്ചിരുന്നു ഫ്രോഡ് എന്നും വ്യക്തിത്വ പ്രവർത്തനമുണ്ട്. ഇപ്പൊ ഷുഹൈബ് അക്തറും ഇൻസമാവുൾക്കും പാകിസ്ഥാന്റെ ഇതിഹാസ താരങ്ങളാണ് ഇവർ രണ്ടുപേരും. കഴിഞ്ഞ ഒരു കാലത്ത് നമുക്കറിയാലോ അങ്ങനെ വന്ന താരങ്ങളാണ്. അപ്പം ഇൻസമാവൊക്കെ നയിച്ച പാകിസ്ഥാനാണ് ഇപ്പൊ എനിക്കൊന്ന് ഏറ്റവും അവസാനത്തിൽ നല്ലൊരു പിന്നെ ഒരു പ്രതാപകാലത്തെ പാകിസ്ഥാൻ നമുക്ക് പറയേണ്ടി വരും. അവിടെ നിന്ന് ഈ ടീമിന് ഇതുവരെ മുന്നേറാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ബാബർ അസം നല്ല പ്രതിഭയുള്ള കളിക്കാരാണെന്ന് പറഞ്ഞു. വിരാട് കോഹ്ലിയേക്കാൾ പിന്നെ ഒരു കഴിവുള്ള താരം എന്ന് പറഞ്ഞാണ് പാക് ആരാധകരും മറ്റും ഇപ്പോഴും പറയുന്നത്. അതിനെയാണ് ഇപ്പം ഈ പറഞ്ഞത് പ്രതിഭ മറ്റേ PR ഏജൻസി കൊണ്ട് മാത്രം ഉണ്ടാക്കേണ്ട പ്രതിഭയല്ല ഇതെന്ന്. ബാബർ അസമിനെ പറയുമ്പോൾ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. നല്ല പ്രതിഭയുള്ള കളിക്കാരാണ്, അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ദേശീയ ടീമിന് സമ്മതം പറ്റുന്നുണ്ടോ? ഷുഹൈബ് അക്തർ പറയുന്നത് കരിയറിന്റെ തുടക്കം മുതലേ ഫ്രോഡ് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ പറഞ്ഞാൽ സിംബാബ്വെ മർദ്ദകെന്ന് ബാബർ അസമിനെ പരിഹസിക്കാറുണ്ട്. അത് പിന്നെ ഒരു കാലത്ത് മറ്റു ടീമുകളൊന്നും മത്സരമില്ലാത്ത സമയത്ത് സിംബാബ്വെയുടെ പാകിസ്ഥാന്റെ കൂടുതൽ മത്സരങ്ങൾ അവിടെയാണ് ഈ ബാബർ അസം കൂടുതൽ സെഞ്ചുറികൾ നേടിയതും റൺ എടുത്തതെന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് കളിക്കാൻ കിട്ടിയത് ആ ടീമിനായിരുന്നു. അദ്ദേഹം ഇത് തെളിയിച്ചു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സിംബാബ്വെ മർദ്ദകെന്ന് പരിഹസിക്കാൻ
പരിചരിച്ചു കഴിഞ്ഞാൽ ആളല്ല. പക്ഷേ ഈ അക്തർ ഇപ്പൊ പറഞ്ഞത് അത് തന്നെയാണ്. സിംബാബ്വെ പറഞ്ഞത് അക്തർ വേറെ രീതിയിൽ വിളിച്ചാണ് ഫ്രോഡെന്ന് വിളിച്ചിട്ട് പറഞ്ഞു പോകുന്നത്. അക്തറിന്റെ ഒക്കെ വായിന്നിട്ട് കേൾക്കേണ്ട അവസ്ഥയിലേക്ക് ബാബർ എത്തിയെന്നും കൂടെ കാണണം നമ്മൾ. പിന്നെ മറ്റൊരു കാര്യം, വക്കാർ യൂനിസ് പറയുന്നത് പാകിസ്ഥാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത് 80കളിലെ തന്ത്രങ്ങളാണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ലീഡർഷിപ്പ്, കോച്ചിങ്, സെലക്ഷൻ പോളിസീസ് ഇതിലൊന്നും ഒരു പരാജയമാണ്. മാത്രമല്ല ഇതിനകത്തൊന്നും ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നാണ് പറയുന്നത്. അത് ഒരു തരത്തിലും ശരിയല്ലേ? തീർച്ചയായും നമുക്കിപ്പോ പറയാം പല തരത്തില് ഇപ്പൊ പരിക്കുകളും മറ്റുമൊക്കെ തിരിച്ചടിയായി എന്ന് പറയുമെങ്കിൽ കൂടി എല്ലാം ഉണ്ടാവും ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം. ബോളർമാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇതൊരു പാകിസ്ഥാന്റെ പാക് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേസ് ബോളിംഗ് ആയാലും സ്പിന്നിനേക്കാൾ പേസ് ബോളിന് ഒരു പേര് കേട്ടതിരെയാണ് പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്, കാലത്തുണ്ടായിരുന്നത്. ഇപ്പം പിന്നെ നമുക്ക് അമീറിന് കഴിഞ്ഞു വന്നാൽ ഇപ്പം തന്നെ ഷഹീൻ അഫ്രീദിനെ അതേ ഒരു പ്രതാപത്തിലാണ് ഷഹീൻ അഫ്രീദിയെ കൊണ്ടുവന്നത്. തീയുണ്ട എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. തീയുണ്ട തന്നെ അദ്ദേഹം എറിയാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ ആ ഒരു ഇമ്പാക്ട് ഇപ്പോഴും ഉണ്ടോ? ഇല്ല. ഒരു കാലത്ത് T20 തിളങ്ങിയിരുന്നല്ലാണ്ട് ഇപ്പോൾ അത് വരുന്നില്ല. പിന്നെ ഹാരിസ് റഫ് മികച്ച ബോളറായിട്ട് വന്നു, മികച്ച കഴിവുകൾ തരുന്നു. ഹാരിസ് റഫിനും പോയി. പിന്നെ ഇപ്പൊ വരുന്ന ഇപ്പം ടീമിനെ പുറത്താക്കണം പറഞ്ഞ 3 താരങ്ങളാണ് ഇപ്പോൾ പുറത്താക്കണം എന്ന് പറഞ്ഞത്. ഹഫീസ് പറഞ്ഞത് ഇതാണ് അവസ്ഥ. ആ പാകിസ്ഥാന് അത് കാണാൻ ഈ സെലക്ടർമാർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ചോദ്യമാണ് അവിടെ വരുന്നത്. നായകൻ വേറൊരു കാര്യം, ഇപ്പൊ ഹഫീസ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കോഹ്ലിനെയാണ് വിളിക്കുന്നത് ട്രൂ കിങ് ഓവർ ബാബർ അസം. അതും ബാബർ യഥാർത്ഥ കിങ് കോഹ്ലിയാണെന്ന് ഹഫീസ് പറയുന്നുണ്ട്. മാത്രമല്ല ബാബറിനെ ഇപ്പൊ നമ്മള് നേരത്തെ ബാബറിനെ കുറിച്ചുള്ള വിമർശനങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ PR തന്ത്രങ്ങൾ നിർത്തണം എന്നാണ്. ഇപ്പം എല്ലാവരും വേറെ കാര്യം, ബാബറിന് ഇത്രയും ചീത്ത കേൾക്കാനുള്ള കാരണം ബാബറിൽ അത്രയും പ്രതീക്ഷ ഈ താരങ്ങളും രാജ്യവും കൊടുത്തിരുന്നില്ലാണ്. പക്ഷെ അതിൽ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ PR ഏജൻസിയുടെ വിമർശനം ഇപ്പൊ കേൾക്കേണ്ടി വരുന്നത്. അദ്ദേഹത്തിന് പറ്റുന്നതായി അത് കഴിവുള്ള താരമായിരുന്നെങ്കിലും ഇപ്പോഴും അത് പറ്റുന്നില്ല. ഒരു ഫോം ഔട്ടിന്റെ മാത്രത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇങ്ങനെ ഒരു ടൂർണമെന്റിൽ വരുമ്പോൾ ഒരു സീനിയർ താരനിലയിലുള്ള പ്രകടനം അതിന് വരുന്നില്ല. ഒരു സ്ലോട്ടിലും ഒരു ഫിക്സ് ആയ താരമില്ല. നല്ല രീതിയിൽ കളിക്കുന്ന സ്ലോട്ട് എടുത്തിട്ട് വേറെ സ്ലോട്ട് കൊണ്ടിട്ട് കളയുവാണ്. അപ്പോൾ ടീം സെലക്ഷനും കോച്ചും ക്യാപ്റ്റനും എല്ലാം ഇതിന് പഴി കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ഇനിയിപ്പം ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ അടുത്ത് ബംഗ്ലാദേശിന് മത്സരമില്ല. അതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ എങ്ങനെ നടക്കണമെന്ന് കണ്ടറിയേണ്ടി വരും. ഒന്നുകിൽ മികച്ച വിജയമായി തീരും. കാരണം പാക് ക്രിക്കറ്റിനുള്ള പ്രതിഷേധത്തിന് മറ്റു മത്സരങ്ങളിരിക്കും. അല്ലെങ്കിൽ ഇതിന് തിരിഞ്ഞു നോക്കണ്ടാവും. അത് എന്താണെന്ന് ഇപ്പം കണ്ടറിയേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. തീർച്ചയായും ഒരു തികഞ്ഞ പരാജയമായി മാറിയിരിക്കുകയാണ് ഈ ടീം. ഞാൻ മറ്റൊരു താരത്തിന്റെ ഒരു പ്രതികരണത്തിലേക്ക് കടക്കുകയാണ്. ഷുഐബ് മാലിക് പറയുന്നത് 4 ഓവർ ബാറ്റേഴ്സ് ആൻഡ് ബോളേഴ്സ് എന്നാണ്. ഒരു 20-20, അതായത് 4 ഓവർ ബാറ്റ് ചെയ്യാൻ 4 ഓവർ ബോൾ ചെയ്യാൻ മാത്രം കഴിയുന്ന ഒരു 20-20 ഫോർമാറ്റിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു താരങ്ങളായിട്ട് ഇവര് പാകിസ്ഥാൻ താരങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ ലോങ്ങർ ഫോർമാറ്റിലേക്ക് ഇത് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ് ഈ പറഞ്ഞ ഷഹീൻ അഫ്രീദിനൊക്കെ കേൾക്കുന്ന വിമർശനം തന്നെയാണ്. T20 ഒരു കാലത്ത് അദ്ദേഹം തിളങ്ങിയിരുന്നു എന്ന് പറയേണ്ടി വരും. അവർക്ക് ഇപ്പം ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് നേരത്തെ പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും അവസാനത്താണ് ഫിനിഷ് ചെയ്തത്. ടെസ്റ്റ് ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഏകദിന ഫോർമാറ്റിൽ കഴിഞ്ഞ് 3 ലോകകപ്പ് ഈ ചാമ്പ്യൻസ് ട്രോഫി കണ്ടതെന്ന് മനസ്സിലാവും. സ്വന്തം നാട്ടിലടക്കുന്ന മത്സരത്തിൽ ഇങ്ങനെ പോകുന്ന പരാജയമൊക്കെ സ്വാഭാവികമാണ്. ഇപ്പം കഴിഞ്ഞ 2 മത്സരത്തിൽ ഒരു നേരിയ ഇതിൽ മാർജിനാ തോറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നിരാശയെങ്കിലും തോന്നും. പാക് ക്രിക്കറ്റിനെ കുറിച്ച് അയ്യോ അവർ അർഹിച്ചിരുന്നല്ലോ എന്ന്. പക്ഷെ ഇതിപ്പോൾ തോന്നില്ല. ന്യൂസിലാൻഡിനോട് 60 റണ്ണിന്റെ തോൽവി, ഇന്ത്യയോട് 6 വിക്കറ്റിന്റെ തോൽവി, അമ്പേ പരാജയമായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും എതിർ ടീമിന് വെല്ലുവിളി ഉയർത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ബംഗ്ലാദേശിന് മത്സരം വരുന്നുണ്ട്. അതിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇപ്പം ബംഗ്ലാദേശ് ഇന്നലെ ന്യൂസിലാൻഡിനോട് 246 സംതിങ് ഒരു നല്ല ഒരു പൊരുതാവുന്ന ടോട്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പൊരുതി നോക്കുന്നുണ്ടായിരുന്നു. ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും കളിക്കുമ്പോൾ ഇനി അറിയാം. ഇവരൊക്കെ പറഞ്ഞാൽ അഫ്ഗാൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ഉയർന്നു വരുന്നൊരു കാലം. ഇന്ത്യനായിട്ടുള്ള മത്സരമാണെങ്കിൽ പോലും ബംഗ്ലാദേശ് ഒരു മികച്ച രീതിയിൽ തീർച്ചയായും അതൊരു പാകിസ്ഥാന്റെ മാച്ച് ഒരു 1 സൈഡഡ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ആദ്യത്തെ ഒരു മത്സരത്തിൽ അതൊരു അല്പമെങ്കിലും ഒരു പൊരുതാനുള്ള ഒരു ഇന്ത്യൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അഫ്ഗാൻ ക്രിക്കറ്റ് ഇപ്പോൾ ഉയർന്നു വരുന്നൊരു ഇത് നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് അതേപോലെ താഴ്ന്നു പോകുന്നൊരു ടീമായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. പ്രതിഭയുള്ള താരങ്ങൾ ഉണ്ടായിട്ടും അഫ്ഗാനുകാരാണ് പ്രതിഭയുള്ള താരങ്ങളാണ് ടീമിനെ ചുമലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ പ്രതിഭയുള്ള താരങ്ങൾ ഉണ്ടായിട്ടും ടീം താഴോട്ടാണ് പോകുന്നത്. അത് കോച്ചിന്റെയും മാനേജ്മെന്റിന്റെയും പ്രശ്നം തന്നെയാണ്. അത് ഈ സീനിയർ താരങ്ങൾ പറയുന്നത് അത് പരിഹരിക്കാൻ ഇവർ തയ്യാറാവണം. ഇനിയിപ്പം നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളത് മാറിക്കൊടുക്കണം. യുവതാരങ്ങൾക്ക് മാറിക്കൊടുക്കണം. ഈ പറഞ്ഞ സ്പിന്നർമാരും പുതിയ ബോളർമാരും ബാറ്റ്സ്മാൻമാരും വരണം. മറ്റൊരു ആരോപണം അല്ലെങ്കിൽ ഒരു വിമർശനം വരുന്നത് 6-7 താരങ്ങൾ ആണ് ഇപ്പോഴും ടീമിനെ നിയന്ത്രിക്കുന്നത്. അവര് പുതിയ താരങ്ങളൊന്നും വരാൻ സമ്മതിക്കുന്നില്ല എന്നാണ്. അതാണ് നിങ്ങൾ അതന്നെയാണ് സംഭവം വരുന്നത്. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ 3 ഫാസ്റ്റ് ബോളേഴ്സും പിന്നെ റിസ്വാൻ ഉൾപ്പെടെയുള്ള ബാബർ അസം പോലുള്ള ബാറ്റ്സ്മാൻമാർ ഇവരാണല്ലോ കഴിഞ്ഞ കുറച്ച് സമയം ടീമിനെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവർക്ക് എവിടത്തേക്കും എത്തിക്കാനാവുന്നുണ്ട് അതുമില്ല. തങ്ങൾക്ക് ആവുന്നില്ല അവരുടെ മാറി കൊടുക്കും. സ്റ്റെമ്മിനടിച്ച് കയറി പോകാൻ പറയില്ല, കണ്ണം കറിക്കില്ല. അതുപോലെ തന്നെ മാറി രാജിവെച്ച് പോട്ടെ, പുതിയ താരങ്ങൾ വരട്ടെ. ഇനിയെങ്കിലും പാക് ക്രിക്കറ്റ് മേട്ടുണ്ടോട്ടല്ലേ തോന്നുന്നത്. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ വസീം അക്രമിനെ പോലുള്ള ആളുകൾ ഈ ഒരു വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ പാക് ക്രിക്കറ്റിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന മുൻ നായകന്മാരും മുൻ കോച്ചുമാരും എല്ലാം വിമർശനം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പാക് ടീമിനെ റോസ്റ്റ് ചെയ്യുന്നത് മറ്റുള്ള ആളുകളല്ല, അവരുടെ ആരാധകരൊന്നുമല്ല. അത് വരാൻ പോകുന്നതേ ഉള്ളൂ. ഈ ബംഗ്ലാദേശിന് അതിനുശേഷം ആരാധകരും നാട്ടുകാരും കലിപ്പ്
ഗ്രൂപ്പ് കൊണ്ടുപോകുന്നത്. നാട്ടുകാർ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഏറ്റവും അതിന്റെ അവസ്ഥയിലേക്ക് എത്തുന്നത് തീർച്ചയായും ബംഗ്ലാദേശിനായിട്ടുള്ള മത്സരം കൂടി കഴിയുന്നതോടുകൂടി. ഇവരിപ്പോഴും 250 റൺ അടിച്ചിട്ട് മികച്ച ടോട്ടലാണ് പ്രതിരോധിക്കാൻ പറ്റുന്ന പറഞ്ഞൊക്കെയാണ്. ഇവർ ഏത് T20 ഏകദിന ക്രിക്കറ്റിനെ കുറിച്ചാണ് പറയുന്നില്ല സംശയമാണ്. ആ ബാബർ അസം കഴിഞ്ഞ ന്യൂസിലാൻഡിന്റെ മത്സരത്തിൽ ബാറ്റ് വീശിയതൊക്കെ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇവർ ഏത് ഏകദിനത്തിൽ ഏത് കാലത്ത് ക്രിക്കറ്റാണ് കളിക്കുന്നതാണ്. ഇപ്പൊ വസീം അക്രം പറയുന്ന ഒരു കണക്ക് കൂടി നമ്മൾ പരിശോധിക്കണം. കഴിഞ്ഞ 5 മത്സരങ്ങളിൽ പാക് ബൗളർമാർ എടുത്തിട്ടുള്ള 24 വിക്കറ്റ് എന്ന് പറയുന്നത് 60 ഏവറേജ്. അതായത് USA, ഒമാൻ ഉൾപ്പെടെയുള്ള 14 രാജ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മോശം റാങ്കിൽ നോക്കുകയാണെങ്കിൽ അതിൽ 2ാം സ്ഥാനത്താണ് ഇത് വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞ ടീമുകൾ ഏതൊക്കെയാണ്? ഒമാനും അഫ്ഗാനും വരുന്ന ടീമാണ് ഉൾപ്പെടെയുള്ള 14 രാജ്യങ്ങളിൽ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള പാകിസ്ഥാൻ ക്രിക്കറ്റ് എവിടെ എത്തി നിൽക്കുന്നത് ഒറ്റയിൽ പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ പാകിസ്ഥാൻ ക്രിക്കറ്റ്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിമർശനങ്ങളും ഇനിയും വരും. എന്തായാലും വസീം അക്രം ഇതോടൊപ്പം പറയുന്നതും കാതലായ മാറ്റങ്ങൾ ടീമിനകത്ത് വരണം, ടീമിന്റെ സമീപനത്തിൽ വരണം. എന്തായാലും ഇപ്പോ നിലവിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഒരു 1-sided ഗെയിം ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഒരുപക്ഷെ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിനേക്കാളും കൂടുതൽ ഈസി ആയിട്ട് ഇന്ത്യക്ക് ജയിക്കാൻ പറ്റിയത് പാകിസ്ഥാനെതിരെയാണ്. ഇനിയിപ്പോ എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യയും തമ്മിൽ മാർച്ച് 2 മത്സരം നടക്കുന്നുണ്ട്. ആ മത്സരത്തിലെ വിജയികളായിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്ത്യനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഈ ഒരു മോശം പ്രകടനം തുടരുമ്പോഴും ഇന്ത്യ ഒരു മികച്ച ഫോമില്, ബുംറയുടെ ഒരു അഭാവം ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ ഒരു താരതമ്യേന മെച്ചപ്പെട്ട വിജയങ്ങൾ 2 സ്വന്തമാക്കി എന്നത് തന്നെയാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഘടകം. എന്തായാലും മികച്ച രീതിയിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ. അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ച് തീർച്ചയായും അവരുടേതായ സ്ട്രാറ്റജികളിലും മറ്റും മാറ്റങ്ങളൊക്കെ വരുത്തി തീർച്ചയായും പിന്നെ ആത്മാർത്ഥത്തോടെ കളിക്കാർക്ക് കഴിയട്ടെ. കൂടുതൽ ആവേശകരമായ ഇന്ത്യ പാക് മത്സരങ്ങൾ നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കാം. തീർച്ചയായും.